മോണോ ആക്ട് ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മത്സരത്തിൽ ജ്വാല ബി റോസിന് ഒന്നാം സ്ഥാനം. ഏറെ വാശിയേറിയ ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനി നമ്മളോടൊപ്പമുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? ജ്വാല റോസ് എന്നാണ് എൻ്റെ പേര്. ഞാൻ ഹോളി ഫാമിലി സ്കൂളിലാണ് പഠിക്കുന്നത്. വീട് വേലൂരാണ്. ഞാൻ മോണോ ആക്ടാണ് ചെയ്തത്. ഏത് വിഷയമാണ് മോണോ ആക്ടിൽ അവതരിപ്പിച്ചത്? ഗാസ യുദ്ധം വിഷയമാണ് നമ്മൾ അവതരിപ്പിച്ചത്. അതിലെ കുട്ടികളുടെ ലൈഫിലേക്ക് എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ മോണോ ആക്ടിൻ്റെ തീം വന്നത്. ഈ മുഖം നല്ല കണ്ടുപരിചയമുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തിരുന്നു തോന്നുന്നു. യു പിയിൽ എനിക്ക് 7th, അതായത് 2 വർഷം മുമ്പ് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു ജില്ലയിൽ. അപ്പം നമ്മൾ പരിചയപ്പെട്ടിട്ടായിരുന്നു അന്ന്. അതാണ് ഈ ഒരു മുഖപരിചയം ഉള്ളത്. എന്തായാലും ഇന്ന് എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു? 12 പേരുണ്ടായിരുന്നു. നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നി. അവരെല്ലാവരും നന്നായി ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ആ പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? ഇനി ഒന്ന് പ്രേക്ഷകർക്കായിട്ടൊന്ന് കാണിക്കുമോ? ഉപ്പ, ഉമ്മ, എൻ്റെ കാല്, ഉമ്മ, എൻ്റെ കളിപ്പാട്ടങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്താൽ മതി. എൻ്റെ കുഞ്ഞുടുപ്പോളെ എൻ്റെ അനിയത്തിമാർക്ക് കൊടുത്തോ. എൻ്റെ ഷൂസോളെ പാവപ്പെട്ടവർക്ക് കൊടുക്കണം ഉമ്മ. കൊടുക്കണേക്കാൻ മുമ്പ് കഴുകി വൃത്തിയാക്കാൻ മറക്കല്ലേ. ഇതെൻ്റെ ഒസ്യത്ത്. എന്തായാലും മനോഹരമായിരിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, അച്ഛനാണ് ഈ മിടുക്കിയെ പരിശീലിപ്പിച്ചത്. അച്ഛൻ്റെ പരിശീലന മികവിലാണ് ഈ ഒരു വിജയം നേടാനായത്. നമുക്ക് അച്ഛനെ പരിചയപ്പെടാം. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? നന്നായിട്ട് പോകുന്നു. എൻ്റെ പേര് ബിഞ്ചു ജേക്കബ് എന്നാണ്. ഞാൻ കണ്ടാനശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഒരു പാഷനാണ് ഏകാഭിനയെ പരിശീലിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ധാരാളം കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മോളെ യു പിയിലും ഇതുപോലെ ശ്രീകൃഷ്ണൻ തന്നെയാണ് അന്നും എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് തന്ന്. കാരണം ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ളൊരു പരിശീലനം നടത്തുക എന്നുള്ളത്. പക്ഷേ പരിശീലനം നടത്തുകയെന്ന് മാത്രമല്ല, നമ്മുടെ സ്വന്തം മക്കൾ അതിൽ സമ്മാനിതരാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ സന്തോഷം അതിലുണ്ട്. അപ്പോൾ അത് ഏറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ വിഷയം തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഗാസ, കുട്ടികളുടെ നഷ്ടപ്പെട്ടു പോകുന്ന ബാല്യം, അത് വീണ്ടെടുക്കണം. ഈ നഷ്ടപ്പെടൽ കുട്ടികൾക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെ കഴിഞ്ഞ വർഷം നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം അതേ വിഷയം തന്നെ കുറേ കൂടി ഗൗരവത്തോടെ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം ഇന്നത്തെ വർത്തമാനത്തിൽ നമ്മൾ എന്തൊക്കെ ആർക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഒഴുകാനറിയാതെ ഒഴുകുന്ന വർത്തമാനത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികൾക്കാണ്. യുദ്ധവും ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവരുടെ ബാല്യം അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഈ കലാരൂപത്തിലൂടെ നമ്മൾ ആഗ്രഹിച്ചത്. മോൾ നന്നായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞു. അവൾക്ക് ഒന്നാം സമ്മാനം ലഭിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമുള്ള കാര്യമൊന്നുമല്ലായിരുന്നു. പക്ഷേ പരിഗണിക്കപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ പറഞ്ഞു 10ാം സ്ഥാനത്തിനുള്ളിൽ പെടണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പയെന്ന് പറഞ്ഞു. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്നുള്ള ഹൃദയം പറഞ്ഞു. പക്ഷേ എന്തായാലും വളരെ നല്ല രീതിയിൽ മത്സരിക്കാൻ കഴിഞ്ഞു. സന്തോഷം. അപ്പോൾ പങ്കെടുത്ത 2 തവണയും ഒന്നാം സ്ഥാനം കിട്ടി, യു പിയിലും ഹൈസ്കൂളിലും. ഇനി സ്റ്റേറ്റിൽ പോയിട്ട് തിളങ്ങട്ടെ. എ ഗ്രേഡോടെ മികച്ച പ്രകടനം അവിടെയും കാഴ്ചവെക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ ഷിബി പോട്ടോറിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC വിനോസ്.